മണിച്ചിത്രത്താഴിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു ഇൻഫർമേഷൻ ശരിയാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. മണിച്ചിത്രത്താഴ് അവസാനിക്കുന്ന പടം അവസാനിക്കുന്നത് എന്റെ കനവിന്റെ തേന്മാവിൻ കൊമ്പ്. മോഹൻലാലിന്റെ അടുത്ത പടം എന്ന് പറയുന്നത് തേന്മാവിൻ കൊമ്പ്. അത് കഴിഞ്ഞിട്ട് മിന്നാരം വരുന്നത് തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമയാണ് അടുത്ത് വരുന്നത്. അത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതിൽ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. എന്റെ പൊങ്കാല ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. കമന്റ് ചെയ്യാം. അതായത് ഈ മണിച്ചിത്രത്താഴിന്റെ പ്രിവ്യൂ ഷോ, അതായത് പ്രിയദർശനൊക്കെ അതിൽ സഹകരിച്ച പടമാണല്ലോ. അപ്പൊ അതിന്റെ പ്രിവ്യൂ ഷോയില് പ്രിയദർശൻ ഈ പടം ഇങ്ങനെ കണ്ടിട്ട് അത് ആ പടം തീരുന്നത് തന്നെ കനവിന്റെ തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് പ്രിയദർശൻ ഈ വേർഡ് പിക്ക് ചെയ്യും അടുത്ത പടത്തിന്റെ ടൈറ്റിൽ ആലോചിച്ചിരുന്ന ആ സമയത്ത് ഇത് നമുക്ക് അടുത്ത പടത്തിന് കൊടുക്കാം എന്ന് പുള്ളി തീരുമാനിച്ചതും എന്ന് കേട്ടിട്ടുണ്ട്. ഈ തെറ്റായ വിവരങ്ങൾ പലപ്പോഴും പുറത്തു വരാറുണ്ട്. ഇപ്പോൾ കാസറ്റുകളിൽ പേരടിച്ചു വരുന്നതിൽ പേര് മാറിപ്പോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട്, ഇപ്പോൾ മിന്നാരത്തിന്റെ പാട്ട് എഴുതുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയും ഷിബു ചക്രവർത്തിയുമാണ്. അപ്പോൾ രണ്ടുപേർക്കും റൂം എടുത്തു, രണ്ടുപേരും വന്നു. അപ്പോൾ ഷിബുചേട്ടൻ എനിക്ക് തോന്നുന്നു നായർ സാബിൻ്റെ മറ്റോ ഷൂട്ട് കഴിഞ്ഞിട്ട് വരുന്ന സമയമായിരുന്നു. വന്നിട്ട് ഇത് റൂമിൽ ഷിബുചേട്ടൻ വന്ന് ടയേർഡായിട്ട് കിടന്നുറങ്ങി. പുള്ളിക്ക് ഒരു പാട്ടും എഴുതാൻ പറ്റിയില്ല. മൊത്തം പാട്ടും ഗിരീഷ് പുത്തഞ്ചേരി എഴുതുക. പക്ഷെ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ രണ്ടുപേരാണ് നിശ്ചയിച്ചിരുന്നത്. നേരത്തെ തന്നെ ടൈറ്റിൽ കാർഡൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ടൈറ്റിൽ കാർഡ് കയറിപ്പോയി. അതേപോലെ പലരുടെയും ടൈറ്റിൽ മാറിപ്പോയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ടൈറ്റിൽ മാറിപ്പോയതല്ലെങ്കിൽ ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ എന്ന് പറയുന്നത് ഒരു ഗംഭീര കോംബോ തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ മറ്റ് ഗാനരചയിതാക്കൾ എഴുതിയ പല പാട്ടുകളും ഈ വിദ്യാസാഗർ മ്യൂസിക് ചെയ്തതുകൊണ്ട് തന്നെ ഗിരീഷ് പുത്തഞ്ചേരിയാണ് എഴുതിയത് എന്നൊരു തെറ്റിദ്ധാരണ പൊതുവിൽ ഉണ്ട്. ഉദാഹരണത്തിന് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലെ പാട്ടുകളൊക്കെ എസ് രമേശൻ നായരാണ് എഴുതിയത്. എസ് രമേശൻ നായർ വിദ്യാജി ആ ഒരു ടീമിൽ തന്നെ കിടിലം പാട്ടുകൾ വന്നിട്ടുണ്ട്. മഞ്ഞ് പോലെ, ദോസ്തിലെ പാട്ടുകൾ പുള്ളിയാണ് എഴുതിയത്. അതുപോലെ ഈ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ തന്നെ അമ്പാടി പയ്യകളായാലും ഒരു കുഞ്ഞു പൂവിന്റെ ഇതിലിൽ നിന്ന് അടിപൊളി പാട്ടാണ്. ഈ പാട്ടുകൾ അർത്ഥം തേടേണ്ടത് നല്ല പരിപാടിയാണെന്ന് നമ്മുടെ ജയകുമാർ സാർ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർ എഴുതി വെക്കുന്നതിന്റെ അർത്ഥങ്ങൾ ഒരുപക്ഷെ കുറേ കാലം കഴിഞ്ഞ ശേഷമായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക. ഇപ്പം ഞാൻ ഇന്റർവ്യൂവിൽ സാറിനോട് ചോദിച്ചു, പൊന്നരഞ്ഞാണം ഉലഞ്ഞോ മുത്തടർന്ന് ഈ നഖ കാന്തി കവർന്നു എന്ന് ചോദിച്ചപ്പോൾ ഈ പൊന്നരഞ്ഞാണം വെറുതെ ഉലയില്ലല്ലോ, അതാരെങ്കിലും കയറി പിടിച്ചിട്ടുണ്ടാവാം അല്ലേ സാറേ എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഈ ചോദ്യം അതായത് വർഷങ്ങൾക്ക് ശേഷം ഈ ചോദ്യം ആദ്യമായിട്ട് എന്നോട് ഒരാൾ ചോദിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ ആ പാട്ടിനെ ശരിക്കും മലയാളി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് ശരിക്കും ദിവ ഈ കമലതലത്തിലെ സായന്തനത്തിനെ കുറിച്ച് പറയുന്ന സമയത്താണ്. ആഹാ എന്ന് തോന്നില്ലേ അങ്ങനെ ഒരു സാധനം? ആ പാട്ട് പറയും. അതിലെ പാട്ടാണ് സായന്തനം ചന്ദ്രികാലോലമായി. അതിൽ അപ്പൊ ആ പല്ലവിയിൽ തന്നെ വരുന്നതാണ് മനയോല ചാർത്തി കേളി വസന്തം. അപ്പൊ അതിനെപ്പറ്റി ചേട്ടൻ തന്നെ തിരുമേനിയുടെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതിലെ ഈ മനയോല എന്താണ് പലരും പനയോല എന്നൊക്കെ പറഞ്ഞ് തെറ്റിച്ച് പാടാറുണ്ട്. ശരിക്കും ആ മനയോല എന്ന് പറയുന്നത് ഒരു എന്തുവാണ്, ഒരു ഓല തന്നെ അല്ല, അത് ശരിക്കും ഒരു മിനറലാണ്, ഒരു റോക്കാണ്. അപ്പൊ അത് ഈ എന്തുവാണ് കഥകളിക്കും തെയ്യത്തിനും